ഈശോയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റീമാദാസ്. ഞാൻ എടക്കൊച്ചി പാമ്പായ്മുല സെൻറ്റ് മേരീസ് ഇടവകംഗമാണ്. ഇതെൻ്റെ ഭർത്താവ് ദാസ്. ഇതെൻ്റെ മോൾ ബിനീറ്റ. ഞാൻ 2022 ജൂലൈ 9 ഉടമ്പടി എടുത്തത്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് പറയുമായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. എന്നാൽ ഞാനത് കൃപാസനത്തിൽ അധികം വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ ഒരുപാട് വൈകി. പിന്നെ എനിക്ക് താങ്ങാനാവാത്ത ഒരു സങ്കടം വന്നപ്പോൾ ഞാൻ തന്നെ അറിയാണ്ടെന്നോണം ഓടി ഇവിടെ എത്തിയതാണ്. പോരുന്ന വഴിക്ക് തന്നെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിക്ക് വന്നപ്പോൾ അന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞ് നീ ഉടമ്പടി എടുക്കാൻ നിൽക്കണ്ട, മോൾ ഒറ്റക്കല്ലേ വന്നേക്കണത്, വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല, ഇവിടെ എന്നെ അമ്മയും ഈശോയാണ് കൊണ്ടുവന്നേക്കണമെങ്കിൽ ഞാൻ ഇവരെ രണ്ടുപേരായിട്ട് മാത്രമേ ഇവിടുന്ന് പോകുള്ളെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഒരു 3 കൊല്ലത്തോളം കാലം എന്നെ എല്ലാവരും എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഉടമ്പടി എടുക്കുന്നുണ്ട് പറയുമായിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു ബിസിനസ് നടത്തിയിട്ടാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെയധികം തകർച്ചയിലേക്ക് പോയി 5 ലക്ഷത്തോളം കടം വന്നു. 21 കൊല്ലമായി ഒരു ഭവനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മിക്കപ്പോഴും കിട്ടുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മാതാവിൻ്റെതും ഒരു സമയത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ മറ്റാരും അല്ല ഇവിടെ കൊണ്ടുവന്നത്, മാതാവ് തന്നെ. 3 കൊല്ലത്തോളം പലരിലൂടെ എന്നെ വിളിച്ചൂടെ, പക്ഷെ ഞാൻ വന്നില്ല. ഞാൻ പറയുന്നത് ഇതാണ്, കൃപാസനത്ത് മാത്രമേ ഞാൻ പോവാതെ ഉള്ളൂ. ബാക്കി പോട്ടയിലായാലും IMSലായാലും എവിടെ ആയാലും ഞാൻ എല്ലായിടത്തും ധ്യാനത്തിന് പോയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഒരു വീട് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു തരം മണ്ണില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇനി വീടുണ്ടാക്കണം? ബാങ്ക് മുഴുവൻ ലോണിന് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ പോപ്പുലർ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവർ പല വീടിന് വേണ്ടിയിട്ട് സമരങ്ങളൊക്കെ ചെയ്യണമെന്നിട്ട് അങ്ങനെ ഞാൻ കുമ്പളത്തൊക്കെ പലയിടത്തൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് വില കുറച്ച് സ്ഥലം തരുമോയെന്ന്. അങ്ങനെയും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് നിന്നേച്ചത്. അവസാനം ഒരു ബാങ്കിലേക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മക്കൾ ചെറുതായതുകൊണ്ടും ഞങ്ങളുടെ പ്രായം കഴിയാറായതുകൊണ്ടും ജോലി ഇനി അധികം എടുക്കാനൊക്കെ ഇല്ലാത്തതുകൊണ്ടും ലോണ് തരാൻ പറ്റില്ല ചേച്ചിക്കെന്ന് പറയും. അന്ന് ഞാൻ പറഞ്ഞു ഇനി ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞു ഒരിടത്തും ഓടില്ല. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ, ഞാൻ വീടിന് പോവില്ല. ഞാൻ അതേ കോലൊടിച്ചിരിക്കണം. ഇനി ഒരാളും എന്നോട് വീടിൻ്റെ കാര്യം പറയണ്ട, എന്നെ വിളിക്കാൻ വേണ്ട, ഒരു ബാങ്കിലും വരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് വന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് 3 പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് ഇവിടെ അൽത്താരയിൽ വന്ന് ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റി. വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം വന്നത് എൻ്റെ ഭർത്താവിൻ്റെ തറവാട്ടിൽ തന്നെ വീട് വെക്കാനായിട്ട് എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഞാൻ അവിടെ പ്ലാൻ വരച്ചു. ആ പ്ലാനായിട്ടാണ് ആദ്യം ഇവിടെ അൽത്താരയിൽ വരുന്നത്. അൽത്താരയിൽ വന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ മാതാവിനെ ഈശോനെ മുത്തിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഇതാണ്, നിനക്ക് ആധാരമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ കരഞ്ഞുപോയി. എനിക്ക് ആധാരവുമില്ല, വീട് വെക്കാൻ പണവുമില്ല, ഒരാഴ്ച കൊണ്ട് വെക്കുന്ന ഒരു ഷെഡാണ് വെക്കാൻ പോണേന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, നിനക്ക് മാതാവ് തരും, ആധാരം നിനക്ക് മാതാവ് തരുമെന്ന് പറയും. പക്ഷെ എനിക്ക് അന്ന് മനസ്സിലായില്ല പറഞ്ഞത് എന്താന്ന്. ഞാൻ വിചാരിച്ചത് ആധാരമില്ലാത്ത ഈ പറമ്പിൽ ഞാൻ വീട് വെച്ച് കഴിയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇത്ര കാലം വസിച്ചു എന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ് തരുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ചില കാരണത്താൽ എനിക്കവിടെ വീട് വെക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എൻ്റെ വീടായ എടക്കൊച്ചിയിലേക്ക് പോയി. ഞങ്ങളവിടെ വാടകയ്ക്ക് താമസിച്ചു. അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദാനമായിട്ട് 2.5 സെൻറ്റ് സ്ഥലം കിട്ടി. അപ്പോൾ അത് എൻ്റെ പേരിൽ തന്നെ തന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ കറക്റ്റാണ്, മാതാവ് എനിക്ക് ആധാരം തന്നു. അപ്പോൾ ഞാൻ പിന്നത്തെ ഉടമ്പടിയിൽ വെച്ചത് കടമില്ലാണ്ട് എനിക്ക് വീട് വെച്ച് തരണേ എന്നാണ്. അപ്പോൾ അതും അച്ഛൻ പറഞ്ഞു കടമില്ലാണ്ട് നിനക്ക് വീട് വെക്കുമെന്ന് പറഞ്ഞു. അതിന് ഞാൻ ആ വീടിൻ്റെ പ്ലാനുമായിട്ട് ഞാനിവിടെ വന്നു. അപ്പോൾ എനിക്ക് അച്ഛൻ കല്ലിടാനുള്ള മാതാവിൻ്റെ കാശ് രൂപം തന്നു വിട്ടു.
ആ കാശ് രൂപം വെച്ചാണ് ഞാൻ കല്ലിട്ടതും. മറ്റൊന്നും ഞാൻ വെച്ചില്ല. എല്ലാവരും പറഞ്ഞു സ്വർണ്ണവും അതും ഇതുമൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും വെച്ചില്ല. മാതാവിൻ്റെ കാശ് രൂപം വെച്ച് കല്ലിട്ടു. ഞാനിപ്പോൾ വീട് വെച്ചു. മെയ് 10-ാം തീയതി പെരവാസ്തലിയായിരുന്നു. 9-ാം തീയതി വെഞ്ചരിപ്പ് നടത്തി. അപ്പോൾ ഒരു 9-ൻ്റെ അടുക്ക് 10. അപ്പോൾ ഞാൻ ആദ്യം കല്ലിടുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു കല്ല് എന്ന് ഇടണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മാതാവിനോട്. അപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് വന്നത്. എല്ലാ ആധാരങ്ങളും എല്ലാമായിട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു കല്ലിടുന്ന ദിവസം ഞാൻ പറയില്ല, മാതാവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചെടുത്തോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ എന്നെ കാണിച്ചത് ആഗസ്റ്റ് 18 എന്നാണ് കാണിച്ചത്. ഞാൻ അത് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ആഗസ്റ്റ് 18 എന്തിനെടുത്ത്, ആഗസ്റ്റ് 15 എടുത്തൂടെ, മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളല്ലേ എന്നെന്ന് പറഞ്ഞു. ഞാൻ പറയാം എനിക്ക് മാതാവ് കാണിച്ചെന്ന ദിവസം അതാണെന്ന് പറഞ്ഞു. പക്ഷെ അത് മാതാവ് ഒരുക്കി തന്ന ദിവസമായിരുന്നു. ആഗസ്റ്റ് 15-ന് എൻ്റെ ഭർത്താവ് ഡെങ്കിപ്പനിയായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോവേണ്ടി വന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്ന് കല്ലിടാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ 17-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ വീട്ടിൽ എത്തുന്നത്. 18-ാം തീയതി ഞങ്ങൾ കല്ലിട്ടു. അതിനുശേഷം ഞങ്ങളിപ്പോൾ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പെരവാസ്തലിയുടെ അന്നും ഞാൻ മുമ്പേ വന്ന് ഇവിടെ വന്നിട്ട് ഡേറ്റ് ചോദിച്ചു എന്ന് ഞാൻ പെരവാസ്തലി നടത്തണം എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് അന്നും എനിക്കൊരു ഡേറ്റ് കാണിച്ചു. ആ ഡേറ്റിന് മാതാവിനെ ഈശോനെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഡേറ്റ് ഔട്ടാക്കിയതും എല്ലാവരെയും വിളിച്ചതും. അതിനുശേഷം അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് പെരവാസ്തലി നടത്തി കഴിയുമ്പോൾ ഒരുപാട് കടബാധ്യതയോടുകൂടിയാണ് ഞാൻ ഈ വീട് വെക്കുന്നത്. അത് മാതാവിൻ്റെ ഉറപ്പിലാണ് ഞാൻ വെക്കുന്നത്. വീട് വെഞ്ചരിച്ച് കഴിയുമ്പോൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ കടം വീട്ടിക്കോളാം, എനിക്ക് അതിനുള്ള കിട്ടണം, പിന്നെ ഞാൻ കടം മേടിച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞാൻ വീട് വെച്ചത്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ പരിപാടികളും ഭംഗിയായത്. ഞാൻ പിന്നെ പറഞ്ഞ് കാനായിലെ കല്യാണ വീട്ടിലെ പോലെ തന്നെ എൻ്റെ പരിപാടികൾ ഭംഗിയാക്കി തരണമെന്ന് പറയും. എല്ലാം നല്ല ഭംഗിയാക്കി തന്നു. കടബാധ്യതയൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങി. പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വിധമൊക്കെ വീട്ടിൽ കടം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി കടം ബാക്കി വന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. വാക്ക് പറഞ്ഞവർക്ക് പാലിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ നാണക്കേടായല്ലോ മാതാവേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരു മുഖം കാണിച്ചു വന്നു. നീ ചോദിക്കെന്ന് പറഞ്ഞു. ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ചോദിക്കണ്ട, കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ. ഞാൻ പറയില്ല, മാതാവ് കാണിച്ചെന്ന മുഖമാണ് ഞാൻ ചോദിക്കുമെന്ന് പറയും. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു എനിക്ക് ഇത്തിരി പൈസ തരുമോ, മേടിച്ചവർക്ക് സമയത്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞു. എത്ര വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 5 ലക്ഷം രൂപ തരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ ഇപ്പം വേണമെന്ന് ചോദിച്ചു. ഇപ്പം നമ്മൾ തന്നാൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. പലിശയൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പലിശ ഒന്നും വേണ്ട, എനിക്കിപ്പം തന്നെയും വേണ്ട, ഒരു 3-4 മാസം കഴിഞ്ഞ് നിനക്കുള്ളപ്പം തന്നാൽ മതിയെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ആ കടം ഞാനങ്ങനെ വീട്ടി. അത് കഴിഞ്ഞിപ്പോൾ ഞാൻ എല്ലായിടത്തു നിന്നും മേടിച്ച ലോണ് വായ്പകളായിരുന്നു, അതെല്ലാം കൊടുത്തിരുന്നു. ഇപ്പോൾ സൊസൈറ്റിയിൽ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് വിളി വന്നപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു ഇതാണ് വാടക താമസിക്കണമായിരുന്നു, ഒത്തിരി ലോണും കാര്യങ്ങളുണ്ടായിരുന്നു, അത് അടക്കാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഞാൻ അടച്ചോളാം, ഇപ്പം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഇത് ആ പൈസയെങ്കിലും കൊണ്ടുവന്ന് അടക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് പറ്റില്ല. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കാശ് രൂപമൊക്കെ കൈ പിടിച്ചിട്ടാണ് സൊസൈറ്റി ചെന്നത്. ഞാൻ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഞാനിത് എവിടെന്നെങ്കിലും മേടിച്ച് ക്ലോസ് ചെയ്താൽ എനിക്ക് ഇത്തിരി കൂടുതൽ പൈസ തരുമോ, ഞാനും ഇനി മുടങ്ങാണ്ട് അടച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലിക്ക് പോയി, എനിക്ക് ലീവ് തരുന്നില്ല, ഞാൻ ജോലിക്ക് പോയി ഇതറിഞ്ഞ പിന്നെ ഹാഫ് ഡേ ലീവ് എടുത്തു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ചു 5 ലക്ഷത്തെ 6 ലക്ഷം രൂപയോളം 5-6 ലക്ഷം രൂപയാണോ നീ ഈ ഉച്ചനേരം കൊണ്ട് ഒപ്പിക്കാൻ പോണത്, നീ എങ്ങനെ കൊടുക്കുമെന്ന് വെച്ച്. ഞാൻ പറയാം എൻ്റെ കൂടെ ഈശോയും മാതാവും ഉണ്ടെങ്കിൽ ഞാനത് ഒപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഞാനതുപോലെ വന്ന് എൻ്റെ അനിയത്തിക്കൊരു ലോൺ കിട്ടി, അവൾ തന്നു, എൻ്റെ കൂട്ടുകാർ തന്നു, എൻ്റെ മോളുടെ മാല എടുത്തു, എനിക്ക് വേറെ കുറേ പേര് പൈസ എല്ലാം ആ ഉച്ച നേരം കൊണ്ട് ഞാൻ 5,66,000 രൂപ ഒപ്പിച്ച് സൊസൈറ്റിയിൽ എത്തിച്ചു. ഇപ്പോൾ അവർ എനിക്ക് അതിൽ കൂടുതൽ ലോൺ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. പിന്നത്തെ എൻ്റെ കാര്യം എൻ്റെ മോളുടെ പഠന കാര്യമാണ്. നല്ല മാർക്കോടുകൂടി അവൾ SLCയും +2 ഒക്കെ പാസ്സായി. അതിവിടെ ഓരോ പ്രാവശ്യവും ഞാൻ കുട്ടികൾക്കുള്ള പ്രാർത്ഥനയുടെ സമയത്ത് മോളെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ പ്ലസ് ചെയ്ത് അച്ഛൻ പ്രാർത്ഥിച്ച് വിടുമായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാവരോടും കൂടി ആയിട്ട് പറഞ്ഞു 18 ഇപ്പോൾ അമ്മമാരുടെ അപ്പന്മാരുടെ ഉടമ്പടിയിലാണ് നിങ്ങൾ ഈ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇനി നിങ്ങൾ 18 വയസ്സാകുമ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. മെയ് 1-ാം തീയതിയാണ് എൻ്റെ മോളുടെ 18 വയസ്സ് തികഞ്ഞത്. അന്ന് തന്നെ കൊണ്ടുവന്ന് മോൾ ഉടമ്പടി എടുപ്പിച്ചു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ഞങ്ങളോടൊപ്പം ഉടമ്പടിയിൽ എങ്ങനെയാണോ ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഭർത്താവും ഇതിനകത്ത് പങ്കെടുക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പർ മേടിച്ചാൽ ഞാനും ഭർത്താവും മകളും ഒക്കെ കൊടുക്കും. ഞങ്ങൾ അത് പള്ളികളിലും എൻ്റെ കമ്പനിയിലും പിന്നെ ഹോസ്പിറ്റലുകളിൽ
ഹൈക്കോർട്ടിൻ്റെ അവിടെ, എറണാകുളം മാർക്കറ്റിൻ്റെ അവിടെ, പിന്നെ നടക്കുന്ന വഴി, ഇങ്ങനെ എവിടെയൊക്കെ ആണോ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഉടമ്പടിയിൽ എഴുതിയിട്ടില്ലായിരുന്നു. മക്കളുടെ പഠിത്തവും, എനിക്കൊരു മോനും കൂടി ഉണ്ട് കേട്ടോ, മക്കളുടെ പഠിത്തവും പിന്നെ വീട് വെക്കാനുള്ള കാര്യം, ഞങ്ങളുടെ കടബാധ്യതയൊക്കെയാണ് ഞാൻ പെടുത്തിയിരുന്നത്. എൻ്റെ ഒരു കാര്യവും ഞാൻ പെടുത്തിയിട്ടില്ലായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഒരു അല്പം വെള്ളം ചെന്നാൽ പോലും എനിക്ക് ടോയ്ലറ്റിൽ പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെപ്പോഴും പറയുന്നത്, നീ ആദ്യം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എൻഡോസ്കോപ്പി എടുക്കണമെന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പറഞ്ഞത്, നീ എന്തിനാ ഇനി അതൊക്കെ എടുക്കാൻ പോണേ, നീ ഉടമ്പടി എടുത്തിട്ടുള്ളല്ലേ, നീ ആ നേർച്ച വസ്തുക്കൾ വെച്ച് നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഈ ഉപ്പ് കഴിച്ചും ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ 4 കൊല്ലമായി ഇതുവരെ യാതൊരു അസുഖവും ഇല്ല, എന്ത് ഭക്ഷണവും കഴിക്കാം, എനിക്കൊരു എൻഡോസ്കോപ്പി എടുക്കേണ്ടിയും വന്നിട്ടില്ല. അത് ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് തയ്യലാണ്. നോൻപ് കാലമായ ഞങ്ങൾക്ക് തയ്യൽ കുറവായിരിക്കും, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. ഈ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ആൾക്കാരോട് പൈസ കടം വാങ്ങിക്കുമായിരുന്നു ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ ചിലവർ തരും, ചിലവരെന്നെ കളിയാക്കുകയായിരുന്നു, നേരം ഇത് തന്നെയാണല്ലോ എന്ന് ചോദിച്ച്. അപ്പം ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവെ പരിഹാസം ഞാൻ കേട്ടിട്ടുണ്ട്, കാശ് നീട്ടി മേടിക്കും, ഇനി എനിക്ക് കൊടുക്കാൻ എന്നെ അനുവദിക്കണം, ഇനി മേടിക്കാനല്ല എനിക്ക് കൊടുക്കണമെന്ന് പറയുമായിരുന്നു. ഈ ഉടമ്പടി എടുത്തപ്പോൾ ശേഷം എനിക്ക് ഒരുപാട് പേരെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അത് ദാനമായിട്ടും കൊടുക്കുന്നുണ്ട്, വായ്പയായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഇപ്പം നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ, നീ എത്ര ചോദിച്ചാൽ കൂട്ടുകാരെടി ഇത്ര രൂപ ഇട്ടതാടി എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇട്ട് കൊടുക്കും. അവരെപ്പോൾ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ ഈശോനോടും മാതാവിനോടും ചോദിച്ചാൽ ഒരു കാര്യമാണ്, എന്നെ ഈ നാണക്കേടി ഇന്ന് മാറ്റിയിട്ട് കൊടുക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന്. അതും എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കൽ, പിന്നെ അപ്പച്ചൻ മരിച്ചുപോയ ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കുന്നുണ്ട്. ഈശോയ്ക്കും മാതാവിനും ഇത്രയും കൃപകളും അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം 10-ാം വാക്യം. അങ്ങയുടെ ജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് റീമാദാസ് ഇടക്കൊച്ചി തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. അമ്മയുടെ വാക്കുകളിൽ നിന്ന് താൻ കടന്നുപോയ സങ്കടങ്ങൾ പൂർണ്ണമായിട്ടും വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ പലപ്പോഴും സമയഘടികാരം കാണുമ്പോൾ അതിൽ നോക്കി പ്രാർത്ഥിക്കുന്നൊരു ശീലം, അത് കൃപാസന സന്നിധിയിലേക്ക് വരുവാനും അതെന്താണെന്ന് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുക ചെയ്തത് ഈ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ഈ അമ്മയുടെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു വലിയ വഴി തന്നെയായിരുന്നു. താൻ കടന്നുപോയ ജീവിതയാത്രയിൽ ഒരു വീട് സ്ഥലം വാങ്ങിക്കണമെന്നുള്ളത്, അത് പലപ്പോഴും കുഞ്ഞുങ്ങളായതുകൊണ്ടും പ്രായമായതുകൊണ്ടും പലതരത്തിലുള്ള ലോണുകൾ കിട്ടാതെയുള്ള വളരെയേറെ സങ്കടത്തിൽ കടന്നുപോയ നിമിഷങ്ങളിൽ അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിച്ചതിനൊക്കെ ഫലമായിട്ട് അത് പരിശുദ്ധ അമ്മ നിനക്കൊരാധാരം നൽകി അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ അമ്മ വിചാരിച്ചതിനെക്കാട്ടിലും രീതിയിൽ പരിശുദ്ധ അമ്മ 2.5 സെൻറ്റ് സ്ഥലം നൽകുകയും യാതൊരുവിധമായ കടങ്ങൾ കൂടാതെ കണ്ട് നല്ലൊരു ഭവനം പണിയുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ഈ കുടുംബത്തിന് സാധിക്കുകയത്. ഇവിടേക്ക് സങ്കടങ്ങളെ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ട കടന്നു പോയ പ്രതിസന്ധികൾ പലരുടെയാണെങ്കിലും മൃഷ്ടിലാണെങ്കിലും എവിടെയെല്ലാം ചോദിച്ചുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ അത് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഈ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യമാണെങ്കിലും അതുപോലെ തന്നെ മകൾക്ക് നന്നായി പാസ്സാകാനൊക്കെ സാധിക്കുക ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉടമ്പടി ജീവൻ തന്നെയാണ്. അത് എപ്രകാരമാണെന്നുള്ളത് ഈ അമ്മയുടെ വാക്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. ഇനി മുമ്പോട്ടുള്ള ഈ അമ്മയുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനി ഈ കുടുംബത്തെ ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.